ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പുതിയ വിവാദങ്ങൾക്ക് മറുപടിയുമായി ടി20 നായകൻ ശ്രേയസ് അയ്യർ. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടി20 മത്സരത്തിൽ യുവതാരം വൈഭവ് സൂര്യവംശിയെ ഒഴിവാക്കിയ തീരുമാനത്തെക്കുറിച്ച് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് അയ്യർ. പരമ്പര കൈവിട്ട സാഹചര്യത്തിൽ ടീം പുതിയൊരു ഓപ്പണിംഗ് കോമ്പിനേഷൻ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ശ്രേയസ് അയ്യർ വ്യക്തമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരായ ടി20 പരമ്പരയിൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന താരമായിരുന്നു വൈഭവ് സൂര്യവംശി. ചെറുപ്രായത്തിൽ തന്നെ മികച്ച പ്രകടനത്തിലൂടെ ശ്രദ്ധ നേടിയ താരം ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതോടെ വലിയ പ്രതീക്ഷകളാണ് ഉയർന്നത്. എന്നാൽ 5ാം ടി20 മത്സരത്തിൽ പ്ലേയിങ് 11-ൽ നിന്ന് വൈഭവിനെ ഒഴിവാക്കിയത് ആരാധകരിൽ പലരിലും നിരാശയുണ്ടാക്കി. ഇതിന് പിന്നാലെയാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെക്കുറിച്ച് വിശദീകരണവുമായി ശ്രേയസ് അയ്യർ രംഗത്തെത്തിയത്. മത്സരത്തിന് അനുയോജ്യമായ മറ്റൊരു കോമ്പിനേഷൻ പരീക്ഷിക്കാനാണ് തീരുമാനിച്ചതെന്ന് ശ്രേയസ് അയ്യർ പറഞ്ഞു. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്യാൻ ഒരു വലതുകൈ ബാറ്ററെയാണ് ടീം ആഗ്രഹിച്ചതെന്നും അതാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടംകൈ ബാറ്റർമാർ കൂടുതലുള്ള സാഹചര്യത്തിൽ ടീമിന് ഒരു ബാലൻസ് ആവശ്യമായിരുന്നു. ആ മത്സരത്തിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ കോമ്പിനേഷൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചതെന്നും ശ്രേയസ് വിശദീകരിച്ചു. വൈഭവിനെ ഒഴിവാക്കിയത് അദ്ദേഹത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്തുള്ള തീരുമാനമല്ലെന്നും ടീം തന്ത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് അയ്യരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം 5ാം ടി20യിൽ അവസരം ലഭിച്ച സഞ്ജു സാംസനെ പിന്തുണച്ചും ശ്രേയസ് അയ്യർ രംഗത്തെത്തി. സഞ്ജു മികച്ച ബാറ്ററാണെന്നും മുമ്പ് നിരവധി മത്സരങ്ങളിലും പരമ്പരകളിലും ഇന്ത്യക്ക് വേണ്ടി നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും അയ്യർ വ്യക്തമാക്കി. സഞ്ജു സാംസണിന്റെ അനുഭവ സമ്പത്തും കഴിവും പരിഗണിച്ചാണ് ടീമിൽ ഉൾപ്പെടുത്തിയതെന്നും ശ്രേയസ് വ്യക്തമാക്കി. ഒരാളെ ഒഴിവാക്കുന്നത് മറ്റൊരാളുടെ കഴിവ് കുറവാണെന്ന ചിന്ത അർത്ഥമില്ലെന്നും സാഹചര്യത്തിന് അനുയോജ്യമായ തീരുമാനങ്ങളാണ് ടീം എടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മറുവശത്ത് ഈ തീരുമാനത്തിനെതിരെ വിമർശനങ്ങളും ശക്തമാണ്. മികച്ച ഫോമിലുള്ള യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം ആരാധകർ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഭാവിയിലേക്കുള്ള ടീമിനെ ഒരുക്കുന്ന ഘട്ടത്തിൽ വൈഭവിനെ പോലുള്ള പ്രതിഭകൾക്ക് സ്ഥിരമായി അവസരം നൽകേണ്ടതുണ്ടെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ടി20 പരമ്പരയിൽ ഇന്ത്യക്ക് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല. പരമ്പരയിൽ ഇന്ത്യ 4-0 എന്ന നിലയിൽ പരാജയപ്പെട്ടതോടെ ടീമിന്റെ തന്ത്രങ്ങളും സെലക്ഷൻ തീരുമാനങ്ങളും വലിയ ചർച്ചയായി മാറി. ബാറ്റിംഗ് നിരയിലെ മാറ്റങ്ങളും സ്ഥിരതയില്ലാത്ത ടീം കോമ്പിനേഷനുകളും വിമർശനങ്ങൾക്ക് കാരണമായി. ഈ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ ടി20 റാങ്കിലും തിരിച്ചടി നേരിട്ടു. ദീർഘകാലമായി നിലനിർത്തിയിരുന്ന 1ാം സ്ഥാനം ഇന്ത്യക്ക് നഷ്ടമായി. തുടർച്ചയായ തിരിച്ചടികൾക്ക് പിന്നാലെ ടീം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെക്കുറിച്ചും പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും നായകൻ ശ്രേയസ് അയ്യരുടെയും തന്ത്രങ്ങളെക്കുറിച്ചും ചർച്ചകൾ ശക്തമായി. എന്നാൽ ടീമിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പരീക്ഷണങ്ങൾ അനിവാര്യമാണെന്നാണ് വിലയിരുത്തൽ. ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി വിവിധ കോമ്പിനേഷനുകൾ പരീക്ഷിച്ച് മികച്ച ടീമിനെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങളെന്നും ടീം വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. വൈഭവ് സൂര്യവംശി പോലുള്ള യുവതാരങ്ങൾക്ക് അവസരങ്ങൾ നൽകിയതിനോടൊപ്പം സഞ്ജു സാംസൺ പോലുള്ള പരിചയസമ്പന്നരായ താരങ്ങളെയും പരിഗണിക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് ശ്രേയസ് അയ്യരുടെ വിശദീകരണം വ്യക്തമാക്കുന്നത്. യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുമോ അതോ പരിചയസമ്പന്നരായ താരങ്ങളിലേക്കാണോ ടീം വീണ്ടും തിരിയുക? വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ ടീം സ്വീകരിക്കുന്ന സമീപനം തന്നെയാകും ഇതിനുള്ള മറുപടി നൽകുക.